ഒത്തിരി സ്നേഹത്തോടെ ഒത്തിരി സന്തോഷത്തോടെ ഓണം സീരീസിൻ്റെ അടുത്ത എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് തന്നെയാണ് നമ്മുടെ വിഭവം കേട്ടോ, ബീൻസ് തോരൻ. ഈ സീരീസ് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നമുക്കെന്നാൽ തുടങ്ങിയാലോ. 250 ഗ്രാം ബീൻസ് കഴുകി വൃത്തിയാക്കി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഒരു സവാളയും ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് 3 വെളുത്തുള്ളി, 3 പച്ചമുളക്, ഒരു പിടി വേപ്പില, അരമുറി തേങ്ങ ചിരകിയത്. അതിനുശേഷം പാൻ അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് അത് ചൂടായി വന്നു കഴിയുമ്പോൾ അതിൽ കടുകിട്ട് നല്ലപോലെ പൊട്ടിച്ചെടുക്കണം. കടുക് നല്ലപോലെ പൊട്ടിയതിന് ശേഷം മാത്രമേ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർക്കാൻ പാടുള്ളൂ. സവാളയും പച്ചമുളകും വെളുത്തുള്ളിയും കറിവേപ്പിലയും ഒരുമിച്ച് തന്നെയാണ് നമ്മൾ ചേർത്തിരിക്കുന്നത്. അതൊന്ന് സോട്ടായി കഴിയുമ്പോൾ അതിലേക്ക് ഉപ്പ്, മഞ്ഞൾപ്പൊടി, തേങ്ങ ഇവയെല്ലാം ചേർത്ത് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. അതിനുശേഷം നമ്മുടെ മെയിൻ ഹീറോ ബീൻസ് നമ്മളതും കൂടെ ആഡ് ചെയ്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് മൂടി വെച്ച് വേവിച്ച നമ്മുടെ ബീൻസ് തോരൻ അത്യാവശ്യം വേഗം തന്നെ റെഡിയാക്കി കിട്ടും. ചെറിയ തീയിൽ വെള്ളം ഒഴിക്കാതെ ആ എണ്ണയിൽ തന്നെ കിടന്നത് വഴന്ന് വരുമ്പോഴാണ് ബീൻസ് തോരൻ അതിൻ്റേതായ ടേസ്റ്റ് ഉണ്ടാവുക. നമ്മുടെ ബീൻസ് തോരൻ ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. കണ്ടതെന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇഷ്ടപ്പെടുവാണേ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്. Bye bye. Happy Onam.